ഹലോ യൂട്യൂബ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ഷെഫാണ് അതിന് വേണ്ടിയിട്ടുള്ള മരങ്ങളൊക്കെ വെട്ടാൻ പോയിരിക്കുന്നത്. മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മരങ്ങളൊക്കെ വെട്ടി നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുപോകാം. മരത്തിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇത്രയും വലിയ മരത്തിൻ്റെ ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ മരം തന്നെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കാം. ഇതാണ് നമ്മുടെ ഗ്രില്ല്, നല്ല കഴുകി വൃത്തിയാക്കി ഗ്രില്ല്. അപ്പോൾ നമുക്ക് ഗ്രില്ലിൻ്റെ വലുപ്പത്തിന് ആവശ്യമായി മരങ്ങളൊക്കെ ഒന്ന് അടിച്ച് താഴ്ത്തി ഒരു ബലത്തിൽ അങ്ങോട്ട് വെക്കണം. നമ്മുടെ ഗ്രില്ല് ഒട്ടും ഊരിപ്പോവാതെ ഇളകിപ്പോവാതെയൊക്കെ നിൽക്കാൻ വേണ്ടി ആണ് ഈ മരം വെക്കുന്നത്. നല്ലോണം അടിച്ച് താഴ്ത്തി നല്ല സ്ട്രോങ്ങിൽ നിർത്തണം. അടുത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കല്ലൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഗ്രില്ല് ഇരിക്കുമെന്നൊക്കെ ഒന്ന് വെച്ച് നോക്കണം ആദ്യം തന്നെ. അപ്പോൾ ഏകദേശം കറക്റ്റ് ഫിറ്റായിട്ടാണ് ഗ്രില്ലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രില്ലിൻ്റെ ആ ഒരു എഡ്ജൊക്കെ നമുക്ക് മരത്തിലോട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കനലൊക്കെ ഇടാൻ വേണ്ടി ഇത്തിരി കുഴി ഒന്ന് കുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിവാളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിച്ചുള്ള സാധനം വെച്ച് കുഴി ഒന്ന് കുത്തിയെടുക്കണം. ഇതിലാണ് നമുക്ക് ആവശ്യമായ കനലൊക്കെ കൂട്ടേണ്ട സ്ഥലം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രില്ല് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴി കുത്താതെ ഗ്രില്ല് വെക്കുകയാണെങ്കിൽ നമ്മുടെ കനലൊക്കെ നേരിട്ട് ആ ചിക്കനായിട്ട് ടച്ച് ചെയ്തിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായിട്ട് കുഴിയൊക്കെ ഒന്ന് കുത്തി വെക്കുന്നത്. അടുത്തത് നമുക്ക് ചിക്കനിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഇതാണ് നമുക്ക് ആവശ്യമായ മസാലകൾ. അപ്പോൾ നമുക്കിതൊക്കെ നമ്മുടെ ബേസിലോട്ട് പകർത്താം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് മാറ്റിയിടാം. ഞങ്ങളിപ്പോൾ ഏകദേശം 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എടുക്കുന്ന അളവനുസരിച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ശേഷം മുളക് പൊടി ഏകദേശം ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അടുത്തത് നമ്മുടെ ഗരം മസാല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയാണിത്. അത് ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം നമുക്ക് ചിക്കനിലിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. മസാല ഒക്കെ ചേർത്തിട്ട് ഉപ്പ് ചേർക്കുക. ഉപ്പ് അധികം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് തൈര് ആഡ് ചെയ്യുന്നത്. ഇത് ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് പുരട്ടാനുള്ള ഒരു മസാലക്കൂട്ടാണ്. അതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, ഏകദേശം ഒന്ന് ഒരു ലിക്വിഡ് ഫോമിലാവാൻ മാത്രം തൈര് ആഡ് ചെയ്യുക. ശേഷം സ്പൂൺ ഉപയോഗിച്ച് വളരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം.
അടുത്തത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഏകദേശം 1 ടീസ്പൂണോളം മാത്രം മതി. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മസാല നമുക്ക് ചിക്കനിലോട്ടും തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ചിക്കൻ നന്നായിട്ട് കത്തി കൊണ്ട് വരഞ്ഞിട്ട് മസാല തേക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വരഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ അകത്തോട്ടൊന്നും മസാല പിടിക്കില്ല. മസാല ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ അകത്തൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറോളം വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ കനലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ചിരട്ടയും കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് കത്തിച്ചെടുക്കാം. ഒരിക്കലും മണ്ണെണ്ണ ഉപയോഗിക്കരുത്. മണ്ണെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചിക്കനിൽ മണ്ണെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും. ഇപ്പോൾ കനലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലൊക്കെ വെച്ച് ചിക്കൻ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 5 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ഗ്രില്ല് ഇത്തിരി ചെറുതായത് കാരണം മുഴുവനും വെക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വെറും 5 പീസ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം. പീസുകൾ ചെറുതായി പോകരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് കനൽ തീ അധികം പാടില്ല. തീയൊക്കെ ഒന്ന് മാറ്റിയിടാം. കനലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വെന്ത് നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കനലിൻ്റെ ചൂടൊന്ന് കുറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വീശി കൊടുത്തു കഴിഞ്ഞാൽ കനലൊക്കെ ഒന്നും കൂടി ഒന്ന് കത്തി ചൂടൊക്കെ ഒന്ന് കൂടും. കെട്ടുപോകാതെ ശ്രദ്ധിക്കണം. കെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയ്യുന്ന പണിയൊക്കെ വെറുതെ വേസ്റ്റ് ആയിരിക്കും. മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ പരിപാടി തീർത്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചുട്ടെടുത്ത ചിക്കൻ ഇവിടെ നമുക്കൊന്ന് മറിച്ചൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി വെക്കാം. നമ്മുടെ വാട്ടിയ വാഴയിലോട്ട് നമുക്ക് ഓരോ പീസായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ലെഗ് പീസ് മാത്രമേ ഇത്തിരി വേവാത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ സമയം വളരെ വൈകിയിരിക്കുന്നു. മഴ വരുന്നതിന് മുമ്പ് നമുക്കിതിനേക്ക് ഒന്ന് നമ്മുടെ വാട്ടിയ വാഴയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒന്നാമത്തെ പീസ് നമുക്ക് വെച്ച് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പീസ്, മൂന്നാമത്തെ ലെഗ് പീസാണ്. ലെഗ് പീസ് സാധാരണ കറി വെച്ചാലും ഇത്തിരി വേവാനൊക്കെ ഇത്തിരി സമയം പിടിക്കും. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു പീസാണത് ഇപ്പോൾ വെച്ചത്. നമ്മുടെ അവസാനത്തെ പീസും കൂടി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഇവിടെ
ഇത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരത്തേക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെയാണ് എല്ലാവരും. ആദ്യം തന്നെ നമ്മുടെ ഇങ്ക്രു അവിടുത്തെ നമ്മൾ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇങ്ക്രു? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? ഒരു മോബാവും. എടാ വാടാ, എല്ലാരും ടേസ്റ്റ് ചെയ്യടാ. വാടാ വാടാ വാടാ. മാറിക്ക്, ഞാൻ എൻ്റെ അടുത്ത് കൊള്ളോട്ടാ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാരും എങ്ങനെയുണ്ട്? സൂപ്പർ. ഒന്നും പറയാനില്ല. അന്തു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.